ക്രിമിനൽ ഗോവിന്ദചാമി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം പരിശോധിക്കേണ്ടതാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വലിയ വീഴ്ചയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അപ്പൊ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു പ്രതി എന്നുള്ള നിലയിൽ ഈ പ്രതിയെ കൂടുതൽ വളരെ സംശയത്തോടു കൂടി നോക്കണ്ടേ? അയാളെ അതുപോലുള്ള സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട അയാളെ സംരക്ഷിക്കാൻ. അയാളെ കണ്ണൂർ ജയിലിൽ ഹൈടെക് യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത കണ്ണൂർ ജയിലിൽ നിർത്തി എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ അയാൾ ഒരു തെറ്റായ കാര്യമാണ്. കേരളത്തിൽ ഹൈടെക് ജയിലുണ്ട്, തൃശ്ശൂരടക്കം. അങ്ങനെയൊരു ജയിലിലാണ് ഇയാളെ സൂക്ഷിക്കേണ്ടിയിരുന്നത്. ഇയാളെ കണ്ണൂർ ജയിലിൽ കിടത്തിയത് തന്നെ കൂട്ടത്തിൽ വേറൊരു പ്രതിയെ കൂടെ കൂട്ടി ഒന്നൊന്നും രണ്ടായി. എന്നാൽ പോലും അതിനകത്ത് CCTVയും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഇയാളുടെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യേണ്ടതാണ്. അയാൾ ഭക്ഷണസ്ഥലയിൽ പോകുമ്പോഴും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ഒക്കെ അയാൾക്കൊരു എസ്കോർട്ടില്ലാതെ സാധ്യമല്ല. അതാണ് ഈ കൊടും ക്രിമിനലിന്റെ പശ്ചാത്തലം. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അയാൾ അവിടെ നിന്ന് ചാടിപ്പോയി എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം.